കേരള തീരത്ത് മുങ്ങിയ എൽസ-3 ചരക്കു കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ച പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി കൊച്ചിയിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജിയുടെ പഠനം. കപ്പലിലെ ഇന്ധനം വെള്ളത്തിൽ പടരുക മാത്രമല്ല, അത് സൂക്ഷ്മജീവികളുടെ ഉള്ളിൽ പോലും പ്രവേശിച്ചിരിക്കുന്നു. മീനുകൾ ഭക്ഷിക്കുന്ന സൂപ്ലാങ്ക്ടൺ എന്ന ജീവികളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. ഇത് മീനുകളിലേക്കും ക്രമേണ മനുഷ്യരിലേക്കും എത്തുമെന്ന ആശങ്കയുയർത്തിയതായി റിപ്പോർട്ട് പറയുന്നു. മീനുകളുടെ പ്രജനനം നടക്കുന്ന കാലവർഷത്തിലാണ് സംഭവമെന്നതിനാൽ പ്രത്യാഘാതത്തിന്റെ വ്യാപ്തി കൂടി. സമീപ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മുട്ടകളും മീൻ കുഞ്ഞുങ്ങളും നശിച്ച നിലയിലായിരുന്നു. 10 ദിവസം കടലിലൂടെ സഞ്ചരിച്ചായിരുന്നു പഠനം. 23 ഇടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ എടുത്തു. 2 ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ എണ്ണപ്പാട ദൃശ്യമായിരുന്നു. നാഫ്തലിൻ അടക്കമുള്ള ഹൈഡ്രോ കാർബണുകളുടെയും നിക്കൽ, ലെഡ്, കോപ്പർ തുടങ്ങി ലോഹങ്ങളുടെയും സാന്നിധ്യം സമീപ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തി. സംഭവ സ്ഥലത്ത് കടലിന്റെ അടിത്തട്ടിലെ പല സൂക്ഷ്മജീവികളും അപ്രത്യക്ഷമായി. മലിനവസ്തുക്കളെ അതിജീവിക്കാൻ ശേഷിയുള്ള ചില ജീവികൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. കപ്പൽ മുങ്ങിയ ഭാഗത്ത് ഹൈഡ്രോ കാർബണുകളെ വിഘടിപ്പിക്കാൻ കഴിയുന്ന ബാക്ടീരിയയുടെ അളവ് കാര്യമായ തോതിൽ കണ്ടെത്തി. ഇത് മലിനീകരണത്തിന്റെ വ്യാപ്തി കൂടി വ്യക്തമാക്കുന്നതാണ്.